എന്നാ ഉണ്ട് വിശേഷം? എല്ലാരും സുഖായിരിക്കുന്നോ? കുട്ടിക്കാലത്ത് നമുക്ക് ഭയങ്കര ആഗ്രഹം ഉള്ളൊരു കാര്യമാണ് സൈക്കിള് വാങ്ങിക്കണം, സൈക്കിള് പഠിക്കണം, അങ്ങനെയൊക്കെ. പക്ഷെ എനിക്ക് അന്നേരം ഒന്നും ഈ ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ അനുപ്രിയ പറയുന്ന പോലെ എനിക്ക് എപ്പോഴാ തോന്നി അന്നേരം ആ കാര്യം നടക്കണം, അങ്ങനെയേ ഉള്ളൂ. അപ്പൊ എനിക്കൊരു 7ാം ക്ലാസ് കഴിയാറായപ്പോൾ സൈക്കിള് പഠിക്കണം എന്നൊക്കെ തോന്നി. അങ്ങനെ ഞാൻ സൈക്കിളൊക്കെ പഠിച്ചു. സൈക്കിളൊക്കെ പഠിക്കുമ്പോൾ ഇറങ്ങി പോകാനും അറിയാം, കേട്ട് തുരുട്ടി സൈക്കിൾ കയറ്റാനും അറിയാം. നിരപ്പായ പാതയിലൂടെ കട്ടറുള്ള പാതയിലൂടെ എങ്ങനെ സൈക്കിളിൽ യാത്ര ചെയ്യണമെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടെ. പക്ഷെങ്കിൽ ഇറങ്ങുമ്പോൾ കൈവിട്ട് ഓടിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ കയറ്റം കയറാൻ നേരത്ത് ഒറ്റ കയ്യിൽ ഉരുട്ടി കയറ്റാൻ പറ്റും, അങ്ങനെയൊക്കെ ശ്രമിക്കാറുണ്ട്. അങ്ങനെ വളരെ വലിയ സാഹസികതകൾ ഞാൻ ആ സൈക്കിളിൽ പരീക്ഷിക്കുമായിരുന്നു. അങ്ങനെ ഇടയ്ക്കിടെയായി ഞാൻ സൈക്കിളിൽ നിന്ന് തല കുത്തനെയായിട്ടോ, അല്ലെങ്കിൽ സൈക്കിളിൻ്റെ ഇടയിൽ ഷോള് കുരുങ്ങിയതായിട്ടോ, അല്ലെങ്കിൽ സൈക്കിൾ കയ്യിൽ നിന്ന് തെന്നി നീങ്ങി ഞാൻ സൈക്കിളിൻ്റെ റോഡിൽ വീഴുകയും അങ്ങനെയൊക്കെ വളരെ സ്വാഭാവികമായിട്ട് നടക്കാറുണ്ടായിരുന്നു. അങ്ങനെ വളരെ പേടിച്ചാണ് അമ്മയും അപ്പം എനിക്ക് സൈക്കിൾ തന്നു വിടുന്നത്. കാര്യം അത് പുതിയ സൈക്കിളൊന്നും അല്ല, പഴയ ഒരു സൈക്കിളാണ്. അപ്പം ആ സൈക്കിളെ ഒന്നാമത് ഇച്ചിരി പഴയത്, പിന്നെ ഞാനോട് അതേ കയറിയിരുന്ന് ഇനി എവിടെയെങ്കിലും പോയി വീണ് കഴിഞ്ഞാൽ ആശുപത്രി കൊണ്ടുവല്ലണ്ടല്ലോ എന്നൊരു ഇതൂടെ. എന്തുവായാലും ഞാൻ 8ാം ക്ലാസ്സിൽ ദിവസം ട്യൂഷനൊക്കെ പോയിട്ടൊരു ശനിയാഴ്ചയായിരുന്നു. സൈക്കിളിൽ ഇങ്ങനെ കുത്തനെ ഇങ്ങനെ ഇറക്കം ഇറങ്ങിയിട്ട് ഇങ്ങനെ തിരിയണമായിരുന്നു. ബ്രേക്ക് നോക്കിയപ്പോൾ ബ്രേക്ക് കിട്ടുന്നില്ല. അന്നേരമാണ് ബ്രേക്ക് കട്ട തേഞ്ഞതാണെന്നുള്ള ഒരു വിവരം എനിക്ക് മനസ്സിലായത്. ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ തിരിയുമ്പോൾ സൈക്കിൾ എൻ്റെ കയ്യിൽ നിൽക്കത്തില്ല, ഇനിയും വീടിൻ്റെ അവിടെ ചെന്ന് പിന്നെ ഒരിറക്കമാണ്, അപ്പോൾ ഞാൻ എവിടെയെങ്കിലും പോയി അകപ്പെട്ടു പോയാൽ എന്ന് പേടിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന സൈക്കിളിൽ നിന്ന് ഞാൻ എടുത്ത് ചാടി. സൈക്കിളിൽ നിന്ന് എടുത്ത് ചാടിയത് കൊണ്ട് എനിക്ക് പറ്റിയ ആപത്തുകൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കൈയുടെ ഈ ചിന്നിവിരലിൻ്റെ സൈഡ് അത്രയും മുറിഞ്ഞ് നന്നായിട്ട് തൊലിയൊക്കെ പോയി, 2 മുട്ടും പൊട്ടി, ഒരു കൈയുടെ മുട്ടും പൊട്ടി, പിന്നെ ഒരു കാലിൻ്റെ കണ്ണിൻ്റെ അവിടെ ഒരു നല്ലൊരു മുറിവുണ്ടായി. എന്നാലും എൻ്റെ ആ ഒരു കോൺഫിഡൻസ് കാരണം പയ്യെ സൈക്കിളെടുത്ത് ഉരുട്ടി ഞാൻ വീട്ടിലെത്തിയിട്ടോ ആരോടും ഞാനിത് പറഞ്ഞില്ല. പെട്ടെന്ന് തന്നെ ഞാൻ പോയി കുളിച്ച് കഴിഞ്ഞിട്ട് അമ്മയോട് സംഭവം അവതരിപ്പിച്ചു. അമ്മയപ്പോൾ ആ കാര്യം അതേപോലെ കൂട്ടാതെ കുറയ്ക്കാതെ അപ്പയെടുത്ത് പറഞ്ഞു. അങ്ങനെ ലോകം എല്ലാവരും അറിഞ്ഞു ഞാൻ സൈക്കിളിൽ നിന്ന് വീണെന്നും എനിക്ക് മുറിവുണ്ടായെന്നും. അങ്ങനെ ഒരു 5-6 മാസം ഞാൻ റെസ്റ്റൊക്കെ എടുക്കേണ്ടതായിട്ട് വന്നു. കാരണം ദേഹം മൊത്തം വേദനയും പിന്നെ ഈ മുറിവുകളൊക്കെ ഉണങ്ങാൻ കുറച്ച് താമസം എടുത്ത് കാലിലൊരു വ്രണം പോലെ വന്ന് അത് ഏത് ഓയിൽമെൻറ്റ് തേച്ചാലും ഏത് ഡോക്ടർ ഏത് മരുന്ന് തന്നാലും അതിങ്ങനെ പഴുത്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അങ്ങനെ അതൊക്കെ മാറി പിന്നെ ഞാൻ ഓക്കെ ആയി. ഇപ്പം പക്ഷേ അങ്ങനെയല്ല, ഇപ്പം നന്നായിട്ട് സൈക്കിളൊക്കെ ഓടിച്ച് ഇങ്ങനെയൊക്കെ പോന്നു. അങ്ങനെ ഒരു കാലം.